റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദഖൽതുൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഞാൻ കടന്നു സഹാബാ. മിഅ്റാജിന്റെ രാവിൽ, പരിശുദ്ധമായ റജബ് 27-ാം രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിരുന്ന് സൽക്കാരമാണ്. സ്വർഗ്ഗത്തിനുള്ളിലേക്ക് ഞാൻ കടന്നു. വസമിഉതു ഫീഹാ ഖിറാഅത, പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി പാരായണം ചെയ്യുന്നതായി, വശ്യസുന്ദരമായി പാരായണം ചെയ്യുന്നതായി ഞാനൊരു വ്യക്തിയെ കേൾക്കുകയാണ്. ഫഖുൽതു ലി ജിബ്രീൽ, ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു, മൻ ഹാദാ യാ ജിബ്രീൽ, ഈ വിശുദ്ധമായ ഖുർആൻ മനോഹരമായി സ്വർഗ്ഗത്തിനുള്ളിൽ കടന്നിരുന്നു കൊണ്ട് പാരായണം ചെയ്യുന്നതായ ഈ വ്യക്തി ആരാണ് ജിബ്രീലേ, ഒന്ന് പറഞ്ഞു തരുമോ ജിബ്രീലേ? ഫഖാല ലി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ എന്നോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹു ഹാരിസത്ത് ബിൻ നുഅമാൻ, അവിടുത്തെ അരുമ ശിഷ്യനായ മദീനയിലുള്ളതാകുന്ന ഹാരിസത്ത് ബിൻ നുഅമാൻ റളിയല്ലാഹു അൻഹു ഈ സ്വർഗ്ഗത്തിനുള്ളിൽ മനോഹരമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് എന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉടനെ അത്ഭുതം കൂറിക്കൊണ്ട് മുത്തുനബി ചോദിക്കുകയാണ്, കൈഫ, അതെങ്ങനെയാണ് സാധിക്കുക? വഹുവ ഹയ്യുൻ ഫിൽ മദീന, മദീനയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണല്ലോ ഹാരിസത്ത് ബിൻ നുഅമാൻ റളിയല്ലാഹു അൻഹു. ഞാൻ ഇന്നലെയും കൂടി കണ്ട വ്യക്തിയാണല്ലോ, അദ്ദേഹം മരിച്ചിട്ടില്ലല്ലോ. പിന്നെങ്ങനാണ് ഈ മനോഹരമാകുന്ന സ്വർഗത്തിനകത്തളത്തിൽ വശ്യസുന്ദരമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം നിലകൊള്ളുന്നത് എന്ന് ചോദിച്ചപ്പോ മലക്കുകൾ എന്നോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്നഹു മിൻ അബരിന്നാസി ലിഉമ്മിഹി, സ്വന്തം മാതാവിന് ഗുണം ചെയ്തുകൊണ്ട് നിലകൊണ്ട വ്യക്തിയാണ്. എപ്പോഴും സദാസമയവും ഉമ്മാക്ക് ഖിദ്മത്താണ്, മാതാവിന് ഖിദ്മത്തെടുത്ത് കൂടുന്നതായ വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലമാണിതെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ കണ്ട കാഴ്ച വന്നുകൊണ്ട് മദീന പള്ളിയിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട അനുയായികളെ വിളിച്ചു നേർത്തുകൊണ്ട് പറയുകയാ, സ്വഹാബത്തേ, ഇന്നലത്തെ രാത്രിയിൽ ഞാൻ കണ്ട കാഴ്ചയിൽ ഹാരിസത്ത് ബിൻ നുഅമാനിനെ കേൾക്കുകയാണ്. സ്വർഗ്ഗത്തിനുള്ളിൽ വശ്യസുന്ദരമായ ഖുർആൻ അദ്ദേഹം പാരായണം ചെയ്യുന്നത് ഞാൻ എന്റെ കർണപുടം കൊണ്ട് കേട്ടുപോയി എന്ന് നബിയുനാ റസൂലുള്ളാഹി. കാരണം എന്താണെന്ന് മലക്കുകളോട് ചോദിക്കുമ്പോ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വന്തം ഉമ്മാക്ക് ഖിദ്മത്തെടുത്തുകൊണ്ട് നിലകൊള്ളുന്ന വ്യക്തിയാ, തന്റെ സമ്പത്ത് കൊണ്ടുവന്ന് ഉമ്മയുടെ കാൽച്ചുവട്ടിൽ വെക്കുന്ന വ്യക്തിയാണ്. ഉമ്മ കൊടുത്തത് മാത്രം വാങ്ങും, ബാക്കിയുള്ളത് ഉമ്മാക്ക് മുഴുവനുമാ. ഉമ്മാക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയാണ് സയ്യിദുനാ ഹാരിസത്ത് ബിൻ നുഅമാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സംഭവം പറയുമ്പോ മദീന പള്ളിയുടെ തൂണിന്റെ പിറകിലിരുന്നു കൊണ്ട് ബുകാഅൻ ശദീദാ, ഹാരിസത്ത് ബിൻ നുഅമാൻ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. എന്ത് വലിയ സൗഭാഗ്യമാണ്. സഹാബത്ത് അത്ഭുതം കൂറിക്കൊണ്ട് ചോദിച്ചു, നബിയേ, നമുക്കിടയിൽ ഇരിക്കുന്നതായ ഹാരിസയെ കുറിച്ച് തന്നെയാണോ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നഅം യാ സഹാബ വകദാലികൽ ജസാ വകദാലികൽ ജസാ. കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പറമ്പിൽ ദാറുൽ ഹസനാത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, 18ന്റെ നിറകുടങ്ങളാകുന്ന പെങ്ങളെ, സ്വന്തം മാതാവിനെ പറ്റിച്ചുകൊണ്ട് കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കറങ്ങി നടക്കുന്ന പൊന്നുമോളെ, നിനക്ക് വേണ്ടി പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടതാകുന്ന പ്രിയപ്പെട്ടതാകുന്ന വാപ്പയെ മറന്നുകൊണ്ട് അന്യനോടൊപ്പം ഒളിച്ചോടാൻ തയ്യാറായി നിലകൊള്ളുന്ന പെങ്ങളെ,
കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്ന യുവത്വമേ, മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്ത അവരുടെ വാക്കുകളെ തൃണവൽഗണിക്കുന്നതായ യുവത്വമേ, വാപ്പയ്ക്കും ഉമ്മയ്ക്കും കൊടുക്കേണ്ട വിലയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യമാണ്. ഉമ്മയ്ക്ക് ഖിദ്മത്ത് എടുത്തുകൊണ്ട് കൂടിയ വ്യക്തിയെ ഞാനവൻ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ തന്നെ സ്വർഗത്തിൽ കടന്നതായും സ്വർഗത്തിൽ വെച്ച് ഖുർആൻ ഓതുന്നതായും കേട്ടുവന്ന് കളവ് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതാണ് ഖിദ്മത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മനസ്സിലാക്കണം, സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, വാപ്പായും ഉമ്മയും നോക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ പറഞ്ഞു, വകദാലിക്കൽ ജസാഉ, ഇതാണ് വാപ്പയും ഉമ്മയും നോക്കുന്നവർക്കുള്ള നേട്ടം. അവർക്കുള്ള നേട്ടം ഇതാണ്. സ്വർഗത്തിൽ കടക്കുക മാത്രമല്ല, ആ സ്വർഗത്തിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യാനുള്ള അവസരം കൂടി അല്ലാഹു നൽകി. മാഷാ അല്ലാഹ്. അതാര് കേട്ടു? ഹബീബ് മുഹമ്മദ് മുസ്തഫ. കഴിയണം നമുക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ട് കാര്യം മനുഷ്യൻ വെറുക്കും, എപ്പോഴും വെറുക്കും, ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിർത്താറായല്ലേ? ഒരു 10 മിനിറ്റ് കൂടെ പറയാം, ശ്രദ്ധിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആരും പോകുന്നില്ലല്ലോ, സാധാരണ ആൾക്കാരൊക്കെ വേഗം 10 മിനിറ്റ് കഴിഞ്ഞ് പോകുന്നു. എല്ലാവരും പിരിവ് വന്നിട്ട് പോകുന്നു. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. രണ്ട് കാര്യങ്ങൾ മനുഷ്യന് വല്ലാത്ത വെറുപ്പാണ്, ഹബീബ് മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിച്ചോ. രണ്ട് കാര്യം മനുഷ്യന് വല്ലാത്ത വെറുപ്പ്. നബി പറഞ്ഞത് ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം 1400 വർഷം മുമ്പ് പറഞ്ഞതല്ലേ. ചിലർ പറയാറുണ്ടല്ലോ, ഓയ് അതൊക്കെ പഴഞ്ചൻ വാക്കല്ലേ, ഇപ്പൊ 2023 അല്ലേ, ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും. നബി പറഞ്ഞ രണ്ട് കാര്യം മനുഷ്യൻ എപ്പോഴും വെറുപ്പാണ്. قال رسول الله صلى الله عليه وسلم, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്നാനി യക്റഹും ബിനു ആദം, രണ്ട് കാര്യങ്ങൾ ആദം സന്തതികൾക്ക് വെറുപ്പാണ് സ്വഹാബ. രണ്ട് കാര്യങ്ങൾ മനുഷ്യൻ വെറുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്ന് അൽ മൗത്ത്, മരണം മനുഷ്യന് വല്ലാത്ത വെറുപ്പുള്ള സംഗതിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശരിയാണോ അല്ലയോ? നിങ്ങൾ പറയും ശരിയാണോ? ശരിയാണെന്ന് ഉറപ്പുള്ളവരെന്ന് കൈ ഉയർത്തിക്ക്. എത്ര പേരുണ്ട് നോക്കട്ടെ? വലത്തെ കൈ. ശരിയാണെന്ന് ഉറപ്പുള്ളവർ. ചിലർക്ക് ഇപ്പോഴും ശരിയാണെന്നില്ല. മരിക്കാൻ താല്പര്യമുണ്ടോ? എവിടെ? ഇസ്രായേൽ വന്നു നോക്കണം, അപ്പൊ കാലെ പിടിക്കും. അള്ളാഹു നമ്മളെ സാലിഹികളെ ചേർക്കുമാറാവട്ടെ. മതി. മരിക്കാൻ എല്ലാവർക്കും വെറുപ്പാണ്. അതുകൊണ്ടല്ലേ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു വ്യക്തിയോട് ഒരു സെക്കൻഡ് മാറ്റാൻ പറ്റൂല. മാറ്റിയാൽ അദ്ദേഹത്തോട് ചോദിക്കുക, ആര്യാരെ IC കിടക്കുന്ന വ്യക്തി എങ്ങനെയാ പോയേക്കാന്നാ, മാഷറോട്ട് പോലെ ഒന്നപ്പ കൊണ്ടുപോല്, അങ്ങോട്ട് കൊണ്ടുപോയി ഇടങ്ങേറാണ്. ഒരു 10 വർഷം കൂടി ജീവിക്കണം. 10 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിക്കുക, എങ്ങനെയാ മരിച്ചേക്കല്ലേ? ഇപ്പൊ 110 വയസ്സായില്ലേ? വേണ്ട, ഒരു 10 കൊല്ലം. മരിക്കാൻ ആർക്കും താല്പര്യമുണ്ടോ? എത്ര കൊല്ലം കഴിഞ്ഞാലും മരണത്തെ പേടിയാണ്, വെറുപ്പാണ്. അതൊക്കെ എത്ര പക്കായിട്ടാണ് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നബി പറയാണ്, ഇതാ കേട്ടോ ഹദീസ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൽ മൗതു ഖൈറുൻ മിനൽ ഫിത്ന, ഈ ദുനിയാവിൽ ഹറാം പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ അതിനേക്കാൾ ഏറ്റവും നല്ലത് മരണമാണ്. കള്ളു കുടിക്കുന്നവരെ, വ്യഭിചരിക്കുന്നവരെ, സിനിമ കാണുന്നവരെ, സീരിയൽ ദർശിക്കുന്നവരെ, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകളെ കണ്ടുകൊണ്ട് നിലകൊള്ളുന്ന സഹോദരിമാരെ, കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്തിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്ന കാമുകിമാരെ സംസാരിക്കുകയും അവർക്ക് വേണ്ടി വീടിന്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ട് അവരുമായി ശയ്യവലംബിക്കാൻ തുനിയുന്നതായ കാമുകന്മാരെ, സഹോദരിമാരെ, പഠിച്ചു വെക്കണേ. ഈ ദുനിയ
ദുനിയാവിൽ അശ്ലീലം നിറഞ്ഞതായ നിന്റെ ജീവിതത്തെക്കാൾ നിനക്ക് ഏറ്റവും കരണീയമായത് വൽ മൗതു ഖൈറുൻ മിനൽ ഫിത്ന. ഈ മോശപ്പെട്ട ജീവിതത്തെക്കാൾ നല്ലത് മരിക്കലാണ്, മരണത്തെ കൊതിക്കലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇങ്ങനെ വെറുതെ മോശമായി കന്നുകാലികളെ പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കലാണ് നല്ലത്, മരണത്തെ കൊതിക്കൽ. ആത്മഹത്യ ചെയ്യാനല്ല, ഈ ജീവിക്കേണ്ട ആളല്ല എന്ന്, അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ഇവിടെ ദുനിയാവിൽ ജീവിക്കുകയാണെങ്കിൽ ഒമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യ ജിന്ന വർഗത്തെ അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് പടച്ചത്. അത് മനസ്സിലാക്കണം. ഇവിടെ നിസ്കാരം, ഇവിടെ നോമ്പ്, ഇബാദത്തുകളൊക്കെ വേണം. അല്ലാതെ ഇവിടെ എപ്പോഴും കളിയും ചിരിയും. ചിലർക്ക് അങ്ങനെ എല്ലാം ആഘോഷിക്കണം. അവന് ക്രിസ്മസും വേണം, ഓണവും വേണം, എല്ലാം വേണം. ദീനിൻ്റെതാകുന്ന ഒരു ഷിയാറും പാടില്ല. എങ്ങനെ ഈ ആഘോഷം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവരുടേതാകുന്ന സ്റ്റാർ വീടിന്റെ പതുക്കെ തൂക്കിയിട്ട് അവർ കള്ളു കുടിക്കുന്നത് പോലെ കള്ളു കുടിച്ച്, അവർ വ്യഭിചരിക്കുന്ന പോലെ വ്യഭിചരിച്ച്, അവരേതെല്ലാം തെറ്റുകൾ ചെയ്യുന്നതുകൊണ്ട് ആ തിന്മകളൊക്കെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തി സ്വന്തം ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ആചരിക്കുക. അവിടെയാണ് ഈ ആഘോഷ പൊലിമകളൊക്കെ തെറ്റാണ് എന്ന് വിശുദ്ധ ഇസ്ലാം പറയുന്നത്, ആലിമീങ്ങൾ പറയുന്നത്. നബിതങ്ങൾ പറഞ്ഞല്ലോ, ലതത്തബിഅന്ന സുനന മൻ ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ സലകു ജുഹറ ലബ്ബിൻ ലസലക്തുമു. പറയാനാണ് ഹദീസ് ഒരുപാടുണ്ട്. അപ്പോൾ ചുരുക്കം, ഒരു ഉടുമ്പിന്റെ മാളത്തിനുള്ളിലേക്ക്, ചെറിയതാണ് ഉടുമ്പിന്റെ മാളം, അതിനുള്ളിലേക്ക് കടക്കാൻ പരിശ്രമിക്കുന്നത് കണ്ടാൽ അവർ ചെയ്യുന്നത് പോലെ എൻ്റെ ഉമ്മത്തും ചെയ്യും ഹബീബ് മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ ഒരു കാലം വരും. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അൽ യഹൂദ വൻ നസാറ, നബിയെ തങ്ങൾ പറഞ്ഞത് ഈ അവര് ചെയ്യുമെന്ന് പറഞ്ഞാൽ മുൻഗാമികളായ ആളെ കൊണ്ട് ഉദ്ദേശിച്ചത് ജൂത നസാറാക്കളെയാണോ ഉദ്ദേശിച്ചത്? അവർ ചെയ്യുന്നത് പോലെ മുത്തുനബിയുടെ ഉമ്മത്തും ചെയ്യുമെന്നാണോ തങ്ങൾ ഉദ്ദേശിച്ചത്? നബി തങ്ങൾ പറഞ്ഞു, ഫമൻ, അവരല്ലാതെ ആരാൻ? അവരെ തന്നെയാണ് ഉദ്ദേശിച്ചത്. മുൻഗാമികളാകുന്ന ജൂതനസാറാക്കൾ അവരുടെ ആഘോഷപ്പൊലിമകളിൽ അവർ നടത്തുന്നതായ ദുരാചാരങ്ങളും ഇസ്ലാമിലെ അനാചാരങ്ങളും ഒക്കെ മുസ്ലിം സമുദായം അത് പരിപൂർണമായി പിൻപറ്റുന്നത് കാണാതെ ലാ തഖൂമു സ്സാഅ, ഈ ലോകം അവസാനിക്കുകയില്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതൊക്കെ അക്ഷരം പ്രതി പിൻപറ്റുന്നത് നമ്മുടെ സമൂഹമാണ്. ഇതൊക്കെ നബി പറഞ്ഞു വെച്ചതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം നടക്കും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. തീർന്നില്ല, കേൾക്കണേ. നബി തങ്ങൾ പറഞ്ഞു, 2 കാര്യങ്ങളാണ് മനുഷ്യൻ വെറുക്കുക. അതിലൊന്നാമത്തത് മരണമാണ്. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കൂടി പറഞ്ഞിട്ട് നിർത്താം. ദ്വാരക്കാണല്ലോ ഇങ്ങനെ ലിസ്റ്റ് വരിക. വേഗം ഇവിടെ ശ്രദ്ധിക്കുക. 2 കാര്യങ്ങൾ മനുഷ്യൻ വെറുക്കും. 1 അൽ മൗതു, മരണമാണ്. 2 ഇതാ കേട്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നവരെന്ന് കൈ ഉയർത്തിക്കുക. ഇടത്തേ കൈ, ചായ തലേ വീഴാതിരിക്കാൻ അത് പറഞ്ഞു. വലത്തേ കൈ ഉയർത്താൻ പറഞ്ഞു. എല്ലാവരും മതി. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ചിലർക്കൊരു ക്ഷീണമുണ്ടോ? ഒന്നാവ് നല്ല മഞ്ഞും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു ക്ഷീണം ഉണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഖില്ലത്തുൽ മാൽ, സമ്പത്ത് കുറയലാണ് സ്വഹാബ. ഒന്നാമത്തത് മനുഷ്യൻ വെറുക്കുന്നത് മരണമാണ് എങ്കിൽ രണ്ടാമത്തത് മനുഷ്യൻ വെറുക്കുന്നതായ വസ്തു അത് സമ്പത്ത് കുറയലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. സമ്പത്ത് കുറയുക മനുഷ്യരെല്ലാവരും വെറുക്കും. ഒരു സാധാരണ തൊഴിലാളി ഒരു 900 രൂപ 1000 രൂപ ഡെയിലി വരുമാനമുള്ളവൻ, അദ്ദേഹത്തിന് 1000-ൽ നിന്ന് 900-ലേക്ക് കുറഞ്ഞാൽ 900 രൂപ വരുമാനമുള്ളവൻ ഒരു 800 ആയാൽ, ഓട്ടോ ഓടുന്ന പാവപ്പെട്ട തൊഴിലാളികൾ നമുക്കിടയിൽ അല്ലാഹു അവർക്ക് ഖൈർ ബറകാത്തുകൾ ചൊരിയട്ടെ. അവരോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആരോ ആയിക്കോട്ടെ, 500 രൂപ ഡെയിലി വരുമാനമുള്ള ഒരു വ്യക്തി, ആകെ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനമാണ്, ഉദാഹരണം പറയാം, അതിൽ നിന്നൊരു 450 കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് മനസ്സൊരു വിഷമം ഉണ്ടാവും. അന്നത്തെ ഒരു ദിവസം കുറഞ്ഞതിന്റെ കാരണത്തിൽ മനുഷ്യ പ്രകൃതമാണ്.
എല്ലാ മാസവും ഒരു വ്യക്തിക്ക് ഒരു 25,000 രൂപ കിട്ടുന്നുണ്ട്. അയാൾക്ക് ആ മാസം കിട്ടിയത് ഒരു 24,000 1000 രൂപ കുറഞ്ഞു പോയി. സന്തോഷമാണോ ഉണ്ടാവുക, സങ്കടമാണോ ഉണ്ടാവുക? സങ്കടമാണ്. കാരണം അത് മനുഷ്യപ്രകൃതം. പൈസ കുറയുക എന്ന് പറയുന്നത് വലിയ വിഷമമാണ്. കൂടിയ ഒരു കുഴപ്പമില്ല, റാഹത്ത, മനസ്സിന് ഭയങ്കര ഹാപ്പി. സമ്പത്ത് കുറയൽ എല്ലാവർക്കും മനുഷ്യപ്രകൃതമാണ്, അവർക്കൊക്കെ വെറുപ്പുള്ള സംഗതിയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്നാൽ ഇതാ പഠിച്ചു വെച്ചോ, ഒരൊറ്റ ഹദീസ് കേൾക്കട്ടോ. വഖില്ലത്തുൽ മാലി അഖല്ലു ലിൽ ഹിസാബ്. സമ്പത്ത് കുറയുക എന്നുള്ളത് ഹിസാബ് കുറയാൻ കാരണമാകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സമ്പത്ത് കുറഞ്ഞാൽ ആഖിറത്തിൽ ഹിസാബ് കുറയും. അത് പഠിച്ചു വെക്കണം. പണക്കാരായ ആളുകളൊക്കെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ഒരു ഹദീസാണിത്. ശരിക്കും ശ്രദ്ധിക്കണേ, തീർന്നില്ല, ഇതിന്റെ ബാക്കിയുണ്ട്. അത് കേട്ടോ, ശരിക്കും കേട്ടോ. എന്നിട്ട് ദ്വാരക്കാൻ പോവാ. 5 മിനിറ്റിനുള്ളിൽ സദസ്സ് തീരും കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഒരു ഹദീസ് ശരിക്ക് കേൾക്കണേ. പണക്കാരും കേട്ടോ, പാവപ്പെട്ടവരും കേട്ടോ. വേറെ ഒന്നുമില്ല ഇവിടെ, ഹയത്തു ഹദീസും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ശരിക്കും ശ്രദ്ധിക്കുക. قال رسول الله صلى الله عليه وسلم يدخل فقراء المسلمين قبل الأغنياء بنصف يوم. يدخل فقراء المسلمين يعني الجنة قبل الأغنياء بنصف يوم. പാവപ്പെട്ടതാകുന്ന ജനകോടികൾ മുഴുവൻ ആളുകളുടെയും വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കടക്കുന്നേ. പണക്കാരായ ആളുകൾ സ്വർഗത്തിലേക്ക് കടക്കാൻ 1/2 ദിവസം കൂടി വേണ്ടിവരുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. പാവപ്പെട്ടതാകുന്ന മുഴുവൻ ആളുകളുടെയും ഹിസാബ് കഴിഞ്ഞ് 1/2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ പണക്കാരുടെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കടക്കാൻ തുടങ്ങൂ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ശരിക്കും ശ്രദ്ധിക്കണേ വാക്ക്. പണക്കാര് പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഉസ്താദെ കണക്കാക്കുക? അത് അവനവന്റെ സമ്പത്തിന്റെ സ്രോതസ് അനുസരിച്ചാണ്. ഒരാൾക്ക് 25 കോടിയുണ്ട്, അതനുസരിച്ചിട്ടുണ്ടാവും ഹിസാബ്. ചിലക്ക് 20 കോടിയേ ഉള്ളൂ, അപ്പൊ ആ ലെവലിലുള്ളവരെ വിളിക്കും. ചിലക്ക് 10 കോടിയേ ഉള്ളൂ, ആ ലെവലിലുള്ളവരെ വിളിക്കും. ചിലക്ക് അതല്ല 10 ലക്ഷമേ ഉള്ളൂ, അപ്പൊ ആ ലെവലിലുള്ളതാകുന്ന ലോകത്തുള്ള എല്ലാവരെയും ഒരു സെക്ഷൻ ആക്കിയിട്ട് അങ്ങനെ വിളിക്കും. അങ്ങനെയാണ് വിളിക്കുക. അല്ലാതെ ഇവിടെ പള്ളിയിൽ 27,000 പൊതി എനിക്ക് നേരത്തെ കിട്ടിയിരുന്നെന്നും പറഞ്ഞുകൊണ്ട് ആചാര്യ പേർക്ക് ഇടയിൽ കൂടെ പോയിട്ട് എന്റെ ഹിസാബം കഴിക്കാനേ മലക്കളെ സമയമില്ല, ആ പരിപാടി നടക്കത്തില്ല, ആചാരം കൂടെ മാറിയിക്കാൻ പറയും. ധൃതി കാണിച്ചിട്ട് ഭയങ്കര ശൈലി, നേരത്തെ വരികയാണ്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, ഭയങ്കര വെയിലടിക്കുന്നു, വേഗം പോകണം, ആചാരം കൂടെ മാറിയിക്കാൻ പറയും. ഇവിടെ ചിലപ്പോൾ 17,000 27,000 നിനക്ക് പ്രത്യേക മുൻഗണന കമ്മിറ്റിയിൽ സ്വാധീനം ചെലുത്തിയിട്ട് കിട്ടിയിട്ടുണ്ടാവും. കാശിൻ്റെ ഇതുകൊണ്ട് ആചാര്യർക്ക് പ്രത്യേക പൊതി, 5 പൊതി ഫ്രീ എക്സ്ട്രാ. അവിടെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും ഇല്ല. ആചാര്യർക്ക് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നത് നല്ല സൂര്യന്റെ ചൂട് തലയ്ക്ക് മീതെ നൽകുക. കത്തിച്ചൊലിക്കുന്ന നരകവും തൊട്ടു മുന്നിലുണ്ട്, ചൂടോടെ ചൂട്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എത്ര നേരം നിൽക്കണം? പാവപ്പെട്ടതാകുന്ന ജനങ്ങൾ മുഴുവനും, കണ്ണാടിപ്പറമ്പിലുള്ളവർ മാത്രമല്ല, കണ്ണൂർ ജില്ലയിലുള്ളവർ മാത്രമല്ല, കേരളത്തിലുള്ളവരല്ല, ഇന്ത്യയിലുള്ളവരല്ല, ലോകത്തുള്ള മുഴുവൻ പാവപ്പെട്ടവർ, എല്ലാ പാവപ്പെട്ടവരുടെയും വിചാരണ കഴിഞ്ഞ് 1/2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ പണക്കാരുടെ ഹിസാബ് കടന്ന് അവർ തൊടുള്ളൂ, പ്രവേശിക്കാൻ തുടങ്ങുള്ളൂ. 1/2 ദിവസമല്ലേ മുസ്ലിം? അതൊന്നും വലിയ വിഷയമൊന്നുമില്ല. നമ്മളിവിടെ ബീവറേജിന്റെ മുന്നേ 6 മണിക്കൂറൊക്കെ ക്യൂ നിന്ന് തഴമ്പിച്ചവര് നമുക്ക് മനുഷ്യർ എന്ത് വിഷയം? 1/2 ദിവസം എന്നൊക്കെ പറയുന്ന വലിയ വിഷയമൊന്നുമില്ല. അത് നമ്മൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യുന്നു. തൊട്ടടുത്തിരിക്കുന്നവരോട് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ സുഖമല്ലേ, നാടൊക്കെ എവിടെയാണ്, വീട് എവിടെയാണ് ചോദിച്ചിട്ട് നിൽക്കാൻ മതിയല്ലോ, റാഹത്തായിട്ട് 1/2 ദിവസം അങ്ങനെ പോവല്ലോ. വേണേൽ ഫോൺ ഉണ്ടെങ്കിൽ ജിയോ മാമനും ഉണ്ടെങ്കിൽ റാഹത്തായിട്ട് വേണേൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. ഇവിടെ ഒരു ഫോണും ഇല്ല, ഒന്നുമില്ല. അതിനാദ്യം മഹ്ശറ എന്താണെന്ന് അറിയണ്ടേ? എന്താണ് മഹ്ശറ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുഹ്ശറു അന്നാസു ഹുഫാതൻ ഉറാതൻ ഉർലാ.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തങ്ങോട് കഴിയുമ്പോൾ ലോകത്തുള്ളതാകുന്ന സർവ്വരും ഇതാ മഹ്ശറിലേക്ക് തളിക്കപ്പെടുകയാണ്. വയൗമ യൂഫഖു ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാത് വമൻ ഫിൽ അർദ് ഇല്ലാ മാ شاء الله ثم ينفخ فيه أخرى فإذا هم قيام ينظرون. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തിനെ കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, 3 ഊതലാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ നടത്തുക. ഒന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ സർവരെയും പേടിപ്പിക്കാറുള്ളതാകുന്ന ഊത്താണ്. നഫ്ഖത്തുൽ ഫസാണ്, സർവരെയും പേടിപ്പിക്കുന്ന ഊത്താണ്. രണ്ടാമത്തത് നഫ്ഖത്തു സൈഖാണ്, സർവരെയും മരിപ്പിക്കാനുള്ള ഊത്താണ്. മൂന്നാമത്തത് നഫ്ഖത്തുൽ ബഅസാണ്, സർവരെയും പുനർജീവിപ്പിക്കാനുള്ള ഊത്താണ്. ഈ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ഫൈദാഹും ഖിയാമുൻ യൻളുറൂൻ, എല്ലാവരും പരസ്പരം നോക്കുകയാ, എല്ലാവരും പേടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. വല്ലാത്ത രംഗമാണതെന്ന് വിശുദ്ധമായ ഖുർആൻ. ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാണ് ഞങ്ങളെ ഈ സുന്ദരമായ ഉറക്കിൽ നിന്ന് വിളിച്ചുണർത്തിയത് എന്ന് ആളുകൾ ചോദിക്കുകയാണ്. ഖബറിൽ കിടന്നതായ മഹ്ശറെ, ഖബറിൽ കിടന്നതാകുന്ന മനുഷ്യനെ ഖബറിൽ പുറത്തേക്ക് പുറന്തള്ളുകയാണ്, അവരെ പുറത്തേക്ക് എറിയപ്പെടുകയാണ്. എല്ലാവരും ഇതാ മഹ്ശറയിലേക്ക് തളിക്കപ്പെടുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. ഓരോരുത്തരും വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടോടുകയാണ്. സൂറന്ന കാഹളത്തിന്റെ ഊത്താണ്, വല്ലാത്ത രംഗമാണ്. പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞില്ലയോ, ആദരവായ പ്രവാചകനോടൊരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചുവല്ലോ, മസ്സൂർ യാ റസൂലല്ലാഹ്, നബിയേ സൂറെന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? സൂറിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ ഹബീബേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹുവ ഖർനും മിൻ നൂർ, പ്രകാശത്താലുള്ള കുഴലാണ് സഹാബ, പ്രകാശത്താലുള്ളതായ ഒരു കുഴലാണ് സഹാബ. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവേതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് മുത്തുനബി പറയുകയാണ്, എന്റെ ആത്മാവേതൊരു തമ്പുരാന്റെ കൈകളിലാണോ, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ആ സൂറെന്ന് പറയുന്ന കാഹളത്തിന്റെ വലിപ്പമുണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, ഏഴാനാകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ പ്രകാശത്താലുള്ള കുഴലാണ് സഹാബ. സൂറന്ന കാഹളമെന്ന് ഹബീബായ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ, കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പറമ്പിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉപ്പമാരെ, അറിഞ്ഞിരിക്കണേ, നീ മനസ്സിലാക്കിയതുപോലെ കേവലം ശംഖ് കൊണ്ടുള്ള ഊത്തല്ല, ഇതൊരു നിസ്സാരമായ പ്രകമ്പനമല്ല. ഈ ഊത്തിലൂടെ ലോകരെ മുഴുവനും ഞെട്ടിക്കുകയാണ്. ഒന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ഫസാണ്. സർവ്വജനങ്ങളും പേടിച്ചിരിക്കുമ്പോ 40 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും അടുത്ത ഊത്ത് വരുകയാണ്. നഫ്ഖത്തു സൈഖാണ്. വയൗമ യൂഫഖു ഫിസ്സൂർ ഫസയഖ മൻ ഫിസ്സമാവാത്
ആകാശഭൂമികളിലുള്ള സൃഷ്ടിജാലങ്ങളെയും മരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഊത്ത, പേടിച്ചുകൊണ്ട് നിലകൊള്ളതായ സർവരെയും രണ്ടാമത്തെ ഊത്തിലൂടെ അള്ളാഹു മരിപ്പിക്കുകയാണ്, ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കുകയാണ്. തീർന്നില്ല. മൂന്നാമത്തെ ഊത്ത് അള്ളാഹു ഊതാൻ വേണ്ടി പറയുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാം അടക്കമുള്ള സർവരെയും രണ്ടാമത്തെ ഊത്തിലൂടെ അള്ളാഹു ഇല്ലാതാക്കുകയാണ്. ഘട്ടം ഘട്ടമായി ജിബ്രീലിനെയും മീകായിലിനെയും ഇസ്രാഫീലിനെയും അസ്റായീലിനെയും ഒക്കെ മരിപ്പിച്ച് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന് വീണ്ടും അള്ളാഹു ആത്മാവിനെ നൽകി. ആ ഇസ്രാഫീലിനോട് മൂന്നാമത്തെ ഊത്തിന് ആഹ്വാനം കൊടുക്കുമ്പോ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളം വെച്ചുകൊണ്ട് ഊതുകയാണ്. വല്ലാത്ത ഊത്താണ്. ആദരവായ പ്രവാചകൻ ഭയപ്പെടുകയാണ്. ഭക്ഷണത്തളിക മുന്നിലിരിക്കുമ്പോൾ പ്രവാചകനെ പൊട്ടിക്കരയുകയാണ്. സഹാബത്ത് ചോദിച്ചു, നബിയെ കരയുന്നത് എന്തിനാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കൈഫ നഇമു യാ സഹാബ, എങ്ങനെയാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുക? എങ്ങനെയാണ് കുടിനീരിറക്കാൻ കഴിയുക? വസാഹിബുൽ ഖർനി ഖദിൽ തഖമൽ ഖർന, സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം കാത്തു നിൽക്കുകയാണ്. വഹവാ ജബ്ഹതഹു ഇലൽ അർളി വസഗാ സമഉഹു ഇലൽ അർശി, അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിലേക്ക് തന്റെ കർണമുടത്തെ സാഗൂതം ശ്രദ്ധ തിരുത്തി. എന്നാൽ റബ്ബിനോടുള്ള വിനയം നിമിത്തമായി തന്റെ നെറ്റിത്തടം ഭൂമിയിലേക്ക് കുനിച്ചു പിടിച്ചുകൊണ്ട് സൂറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ആ സൂറന്ന കാഹളത്തെ സൃഷ്ടിച്ചത് മുതൽ കാത്തു നിൽക്കുന്നതായ ഇസ്രാഫീൽ അലൈഹിസ്സലാം എപ്പോഴാണ് പടച്ച റബ്ബ് ഊതാ പറയുന്നത്, അപ്പോൾ തന്നെ റെഡിയായി നിൽക്കുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലമ്മാ ഫറഗല്ലാഹു തആല മിൻ ഖൽഖിസ് സമാവാതി വൽ അർദ് ഖലഖസ്സൂർ, ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം, ആകാശസീമകളെ അള്ളാഹു പടച്ചതിന് ശേഷം, ഈ ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചതിന് ശേഷം, ഈ 7 ആകാശങ്ങളും ഭൂമികളും പണിതതിന് ശേഷം അള്ളാഹു മൂന്നാമതായി സൃഷ്ടിച്ചത് ഖലഖസ്സൂർ, സൂറന്ന കാഹളത്തെയാണ്. സൂറന്ന കാഹളത്തെയാണ്. കാരണം ഈ ആകാശ തകർക്കാൻ സൂറ വേണം, ഈ ഭൂമിയെ തകർക്കാൻ സൂറ വേണം. ആകാശസീമകളിൽ അനന്തകോടി നക്ഷത്ര താരകങ്ങളെ തകർക്കാൻ ഈ സൂറ കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഈ സൗരയുധങ്ങളും ഈ ഗാലക്സികളും ഈ ഭൂമിയിൽ നിലകൊള്ളുന്ന ജീവജാലങ്ങളും എല്ലാവരെയും നശിപ്പിക്കാൻ, എല്ലാ കെട്ടിടങ്ങളും തകർക്കാൻ, എല്ലാ മലമുകളും തകർക്കാൻ, ഈ ഭൂമിയെ തകർക്കാൻ, ഈ ആകാശസീമകളെ തകർക്കാൻ ഈ സൂറന്ന കാഹളം കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആകാശസീമകളെ സൃഷ്ടിച്ച് ഭൂമിയെ പടച്ചതിന് ശേഷം അള്ളാഹു മൂന്നാമതായി പടച്ചത് ഖലഖസ്സൂർ, ആ സൂറന്ന കാഹളത്തെയാണ്. ആ സൂറന്ന കാഹളം വായിൽ ഘടിപ്പിച്ച് പടച്ച റബ്ബിന്റെ ഓർഡർ എപ്പോഴാണ് ഊതാൻ വരിക എന്ന് ഓർത്തുകൊണ്ട് കാത്തു നിൽക്കുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ടവരങ്ങനെ കാത്തു നിൽക്കേ എങ്ങനെയാണ് ഭക്ഷണം ആസ്വദിച്ചുകൊണ്ട് കഴിക്കാൻ പറ്റുക എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി ആ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോ ജനങ്ങൾ മുഴുവനും നഫ്സി നഫ്സി എന്ന് വിളിച്ചുകൊണ്ട് മഹ്ശറിലേക്ക് ഓടുകയാണ്. യുഹ്ശറുന്നാസു ഹുഫാതൻ ഉറാതൻ ഉറലാ, ശരീരത്തിൽ നൂലിര പോലും വസ്ത്രമില്ലാതെയാണ് ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് കടന്നു വരിക. പഠിച്ചു വെക്കനെ, കണ്ണാടിപ്പറമ്പ് ഖബർസ്ഥാനിൽ നിന്നെ 3 തുണി കഫം പുടവിൽ അടക്കിയാലും പൊന്നു മോളെ, പൊന്നു പ്രിയപ്പെട്ട ഉപ്പ, നാളെ മഹ്ശറിലേക്ക് വരുമ്പോ ആ വസ്ത്രം നിങ്ങളുടെ ശരീരത്തിലില്ല, ആ പൊതിഞ്ഞ് അടക്കിയതാകുന്ന വസ്ത്രം നിങ്ങൾക്കില്ല. നഗ്നരായിട്ടാണ് മഹ്ശറിലേക്ക് വരിക. ഒരു ഉമ്മ പ്രസവിച്ചതാകുന്ന കുട്ടി എങ്ങനെയാണോ അതേപോലെ നാളെ മഹ്ശറിലേക്ക് എഴുന്നള്ളുകയാണ്. തീർന്നില്ല, കാലിൽ നിങ്ങൾക്ക് ചെരുപ്പില്ല, നഗ്നപാതകരായി
വിവസ്ത്രരായിട്ടാണ് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് വരുന്നത്. ഒരു കുട നിങ്ങൾക്ക് ചൂടാനില്ല. ആകാശസീമകളിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യൻ 16,15,15,000 കിലോമീറ്റർ അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യൻ നിന്റെ തലയ്ക്ക് മീതെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. തീർന്നില്ല 3000 വർഷം രാവും പകലും നിരന്തരമായി കത്തിച്ച് വഹിയ സൗദാ മുദ്ലിമാ, വല്ലാതെ കറുത്തിരുള്ളതാകുന്ന പുകപടലമായി മാറിയ വല്ലാതെ ചൂടുള്ളതാകുന്ന കത്തിച്ചൊലിക്കുന്ന നരകം. ആ നരകത്തെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്, വിചാരണയ്ക്ക് വേണ്ടി നിർത്തുകയാണ്. വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന രംഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ചിലർ അവരുടെ തെറ്റുകൾ കാരണമായി, നിസ്കരിക്കാത്തതിന്റെ കാരണമായി, നോമ്പ് പിടിക്കാത്തതിന്റെ കാരണമായി, സക്കാത്ത് കൊടുക്കാത്തതിന്റെ കാരണമായി, ഹജ്ജ് ചെയ്യാത്തതിന്റെ കാരണമായി, നിരാലംബര കബലംബമാകാത്തതിന്റെ കാരണമായി, കള്ളുകുടിച്ച് നടന്നതുകൊണ്ട്, സിനിമ കൊണ്ട് നടന്നതുകൊണ്ട്, സീരിയല് കണ്ടുകൊണ്ട് നടന്നതുകൊണ്ട്, അശ്ലീല ചുവയുള്ള ഡിസ്കോ ബ്രേക്കുകൾ കടിമത്തം വെച്ചതുകൊണ്ട്, മോശപ്പെട്ടതാകുന്ന ബുളു ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ കൊണ്ടുപോയതുകൊണ്ട് അവരതാ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുകയാണ്. ചിലർ അരവരെ വിയർപ്പിലാണ്, ചിലർ മുട്ടുവരെ വിയർപ്പിലാണ്, ചിലർ തോള് വരെ വിയർപ്പിലാണ്. ചിലർ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുകയാണ് സാബ, വിയർപ്പിൽ പ്രയാസപ്പെടുകയാണ് സാബ. ആ നിലയ്ക്ക് ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുമ്പോ ആദരവായ പ്രവാചകനെ പറയുകയാണ്, പാവപ്പെട്ടതാകുന്ന ജനകോടികൾ മുഴുവനും കേവലം കണ്ണൂരിലുള്ളവർ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തുള്ളവർ മാത്രമല്ല, ലോകത്തുള്ളതാകുന്ന സർവരാകുന്ന പാവപ്പെട്ടവരും അവർ സ്വർഗത്തിലേക്ക് കടന്ന് അര ദിവസം കൂടി വല്ലാത്ത വെയിൽ കൊണ്ടുകൊണ്ട് നീ നിൽക്കേണ്ടി വരും മഹ്ശറയിലെന്ന് പരിശുദ്ധമായ ഖുർആൻ ആദരവായ പ്രവാചകന് പറയുകയാണ്. എത്രയാണ് അര ദിവസം? ഖുർആൻ പറയുകയാണ്, വ ഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ. മഹ്ശറയിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ദുനിയാവിലെ 1000 വർഷമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. 1000 വർഷം ദുനിയാവിലെ മഹ്ശറയിലെ ഒരു ദിവസം എന്ന് പറയുന്നു ഖുർആൻ ഒരായത്ത്. അപ്പൊ 1000ന്റെ നേരെ പകുതി എത്രയാ? അര ദിവസം എന്ന് പറയുമ്പോ എത്രയായി? 500. അപ്പൊ 500 വർഷം ഏറ്റവും ചുരുങ്ങിയത് എവിടെ നിൽക്കേണ്ടി വരും? മഹ്ശറ നിൽക്കേണ്ടി വരും. 500 വർഷം, ദിവസമല്ല വർഷം. എത്ര നാളത്തെ കണക്ക് പറയാനാ പൈസ ആയിട്ട് നിൽക്കുന്നത്? എത്ര നാളത്തെ കണക്ക് പറയണോ? 50, 60, 70, 90, 100 മാക്സിമം കഴിഞ്ഞു. 100 കൊല്ലം കൊണ്ട് നീ സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ കണക്ക് പറയാൻ മഹ്ശറയിൽ എത്ര നാൾ നിൽക്കേണ്ടി വരും? സമ്പത്ത് കൂടുതലുള്ളവർ 500 കൊല്ലം മിനിമം നിൽക്കേണ്ടി വരും. വേറൊരായത്തുണ്ട്, ഇപ്പൊ ഓതിയ തല ഇറങ്ങി താഴെ വീഴും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വേറൊരായത്തുണ്ട്, സൂറത്തുൽ മആരിജ്. അതുകൊണ്ട് പറഞ്ഞേക്കാം. بسم الله الرحمن الرحيم سأل سائل بعذاب واقع للكافرين ليس له دافع من الله ذي المعارج تعرج الملائكة والروح إليه في يوم كان مقداره 50,000 سنة في يوم كان مقداره 50,000 سنة فاصبر صبرا جميلا إنهم يرونه بعيدا ونراه قريبا. മുനാഫിക്കുകൾ അടുത്തൊന്നും തന്നെ ലോകാവസാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നാൽ നാം ലോകാവസാനത്തെ അടുത്ത് കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, പ്രവാചകർ വ്യക്തമാക്കി പഠിപ്പിക്കുകയാണ്, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന
ആഖിറത്തിലെ ഒരു ദിവസമെന്ന് പറയുന്നത് ദുനിയാവിലെ 50,000 വർഷമത്രേ. എത്രയാണ്? 50,000 സന. എത്രയാണ്? 50,000 വർഷം. അപ്പൊ അതിന്റെ പകുതി എത്രയാണ്? പകുതി 25,000 വർഷം. ഏകദേശം സോക്കേട് തീർന്നിട്ടുണ്ട്. ഇന്ന് തന്നെ ഇപ്പൊ എല്ലാം ദാനധർമ്മം ചെയ്യും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതവിടെ മാറ്റിവെക്ക്. അത്രയും കേട്ടിട്ട് പ്രയാസപ്പെടണ്ട, മറ്റേത് തന്നെ എടുക്കുക. അതിനെ ആദ്യം അത് തന്നെ ഊതിയത്. വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. നിന്റെ റബ്ബിന്റെ അടുക്കലുള്ളതാകുന്ന ഒരു ദിവസം എന്ന് പറയുന്നത്, ആഖിറത്തിൽ ഒരു ദിവസം എന്ന് പറയും ദുനിയാവിലെ 1000 വർഷമാണ്. അതെന്തായാലും ഉണ്ട്, അതിന് മാറ്റമില്ല, ഏറായത്തിന് ഇല്ല, കുറയുന്നത്. അപ്പൊ അതിന്റെ പകുതിയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ വഹുവ 500 ആം. എത്ര വർഷമുണ്ട്? 500 വർഷമുണ്ട്. 100 കൊല്ലത്തെ ഹിസാബ് പറയാൻ വേണ്ടി മഹ്ശറിൽ വന്നുകൊണ്ട് കാത്തു നിൽക്കണം. 500 വർഷം. 500 വർഷം കഴിയും പണക്കാരാകുന്ന ആളുകൾ അവരുടെ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലെത്താനെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ.